ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. പ്രിയമുള്ള മക്കളെ, ദൈവമക്കളെ, നമ്മളിന്ന് ശുശ്രൂഷിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ശുശ്രൂഷിക്കുക. വചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനത്തിൽ ഈശോ നമ്മളോട് പറയുന്ന തിരുവചന സന്ദേശം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയാണ് തൻ്റെ ഏകജാതനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ താൽക്കാലിക ഭവനത്തിൽ നിന്ന് നിത്യമായൊരു ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. സ്വർഗീയ പിതാവ് തൻ്റെ ഏകജാതനോട് ഈ ലോകത്തിലേക്ക് വരാൻ പറഞ്ഞത് എന്തിനാണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ഈ സുവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നാം ധ്യാനിക്കുമ്പോൾ, ഈശോ തന്നെ തൻ്റെ തിരുവചന സന്ദേശം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഈശോ യോഹന്നാൻ ബന്ധനസ്ഥനായി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈശോ തൻ്റെ ദൗത്യവുമായിട്ട് കടന്നു വന്നിട്ട് ഇപ്രകാരം ഉദ്ഘോഷിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. 2 കാര്യങ്ങളാണ് പിതാവിൻ്റെ ഭവനമായ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട 2 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് സ്വർഗീയ അപ്പൻ്റെ അടുക്കൽ നിന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രഘോഷിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പോലും പരിഗണിക്കാതെ തൻ്റെ ദൈവത്തിൻ്റെ എല്ലാ മേഖലകളും വിട്ടുപേക്ഷിച്ച് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക്, ഈ ലോകത്തിലേക്ക് യേശു കടന്നു വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കാണപ്പെടാത്തത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവപിതാവിൻ്റെ പക്കൽ നിന്ന് യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത്. കരങ്ങളുയർത്തി സ്തുതിച്ച് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് പിശാച് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആദി പാപത്തിന് കാരണമായ പറുദീസായുടെ ആ തോട്ടത്തിലേക്ക് കടന്നു വന്ന് പിശാച് എന്താ പറയുന്നത്? ഈ കാണുന്നത് മാത്രമാണ് ഉള്ളത്, ഈ കാണുന്നതൊക്കെ നിങ്ങൾക്കുള്ളതാണ്. അത് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിനുണ്ടായ പ്രലോഭനത്തിൽ യേശുവിനോട് പ്രലോഭകൻ പറയുന്നത് എന്താ? ഈ കാണുന്നതെല്ലാം എൻ്റെതാണ്. അപ്പൊ കാണപ്പെടാത്തതോ? വിശ്വാസത്തിന്റെ നിർവചനം പറയുന്നിടത്ത് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 11 തിരുവചനം 1 നമ്മൾ കാണുന്നത് എന്താ? കാണപ്പെടാത്തത് ഉണ്ട്. അതാണ് വിശ്വാസം. അപ്പൊ കാണപ്പെടാത്തത് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ സമാനത വെടിഞ്ഞ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ഈ വലിയ സത്യമാണ് ഈശോ പറയാനായിട്ട് ഈ ലോകത്തിലേക്ക് വന്നത്. പറയാൻ ചില ഉപമകളൊക്കെ വേണ്ടി വന്നു, ചില അത്ഭുതങ്ങൾ നടത്തേണ്ടി വന്നു, പഴയ നിയമ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കേണ്ടി വന്നു, പ്രവാചകന്മാരുടെ ജീവിതശൈലി പറയേണ്ടി വന്നു, അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന ചില രഹസ്യങ്ങൾ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു. ഇതെല്ലാം പറഞ്ഞതിന് വേണ്ടിയാണ് കാണപ്പെടാത്തൊരു ഭവനം നിങ്ങൾക്കുണ്ട്, ആ ഭവനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ അവിടെ പോയി നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കും. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്, മനുഷ്യനായി അവതരിച്ചത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മനുഷ്യാവതാര രഹസ്യം ഈ ലോകത്ത് സംഭവിക്കുന്നത്. കാണപ്പെടാത്ത, നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിക്കുന്നതുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത്. നമുക്കൊരു ഭവനം സജ്ജമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ആ ഭവനത്തിൽ കയറിപ്പറ്റാനുള്ള ഒരു ജീവിത ശൈലി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ ഞാൻ നിങ്ങളെ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നുവെന്ന് യേശു പ്രഖ്യാപനം ചെയ്യുകയാണ്. അപ്പൊ എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടവർക്കാണ് ആ ഭവനമുള്ളത്. എല്ലാത്തരം അടിമത്തങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ഭവനമുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 34-35 തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മദ്യാസക്തി, ജീവിത വ്യഗ്രത, സുഖലോലുപത എന്നീ തിന്മകൾ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭൂമുഖത്തുള്ള സകലരുടെയും മേല് ഈ കെണി വന്ന് വീഴും, എല്ലാവരെയും ഇത് അടിമപ്പെടുത്തും. അതിൽ നിന്ന് വിടുതൽ കിട്ടാൻ നിങ്ങൾ ജാഗരൂകരായിരിക്കുക. ഈ നിത്യഭവനത്തിലേക്ക് നമുക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കരങ്ങളുയർത്തി സ്തുതിച്ച് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശുദ്ധ അപ്പോസ്തലന്മാരെല്ലാവരും പറയുന്ന ഒരു വലിയ ബോധ്യമാണ്, ഒരു വചന ബോധ്യമാണ്. നമുക്ക് നമ്മുടെ ഭവനം ഇവിടെ അല്ല, ഇതൊരു വലിയ ബോധ്യമാണ്. ആ തിരുവചന ബോധ്യം നൽകാൻ വേണ്ടിയിട്ട് ഈശോ വന്നു. ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഈ തിരുവചന ബോധ്യം പഠിപ്പിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്ന് എഴുന്നള്ളി കഴിയുമ്പോൾ ഈ ബോധ്യം നിങ്ങളിൽ ശക്തിപ്പെടും. ആ ബോധ്യം അവരെ ശക്തിപ്പെട്ടു. ബോധ്യം ശക്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് മരിച്ചാലും വേണ്ടിയില്ല, ജീവിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾ കർത്താവിനുള്ളവരാണ്. അതുകൊണ്ട് ആ ബോധ്യം വന്നപ്പോൾ അവർക്ക് ഒന്നിനെയും ഭയമില്ല. സ്തുതിച്ച് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൻ്റെ
4 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്ന വചനബോധ്യം എന്താണ്? ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടരുത്. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ശരീരത്തെ കൊന്നിട്ട് ആത്മാവിനെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടുവിൻ. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ടത് ആരെയാണ്? സ്വർഗീയ പിതാവിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. അങ്ങനെ സ്വർഗീയ പിതാവിനെ ഭയപ്പെടുന്നവന്റെ പേരാണ് ദൈവഭക്തൻ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പറഞ്ഞാട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാണത്? ദൈവഭക്തൻ. കാരണം അവന്റെ ചിന്ത എന്താണെന്നറിയാമോ? അവന്റെ ചിന്ത അവന്റെ ആത്മാവിനെ എങ്ങനെ ഭദ്രമാക്കാമെന്നുള്ളതാണ്. അവനെപ്പോഴും ചിന്തിക്കുന്നതാണ് എങ്ങനെ അവന്റെ ആത്മാവിനെ ഭദ്രമാക്കാം. കാരണം നിത്യതയുടെ കൂടാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ആത്മാവാണ്. നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ഒന്ന് നീട്ടിപ്പിടിച്ചേ. എത്ര വിരലുകളുണ്ട് കയ്യിൽ? ഉറക്കെ പറഞ്ഞേ. 5. 2 കൈയിലും കൂടെ 10. കാലുകളിൽ വിരലുകളുടെ എണ്ണം എത്രയാണ്? 2 കാലുകളിലും വിരലുകൾ. എത്ര ആത്മാവുണ്ട്? ഒരാത്മാവേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ആത്മാവില്ലാതെ എന്ത് പ്രയോജനം? ഓരോ ദൈവഭക്തനോടും സുവിശേഷം പറയുന്ന സന്ദേശം ഇതാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനമാണ് പറയുന്നത്. 2 കാര്യങ്ങളാണ് ഈ ഭവനത്തിൽ പ്രവേശിക്കാൻ നമുക്ക് വേണ്ടത്. 1, അനുതപിക്കുക. 2, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ദൈവഭവനത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് ഈ 2 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്നാമത്തെ എന്താണ്? അനുതപിക്കുക. രണ്ടാമത്തെ എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് പറഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവായ മിശിഹ ഇങ്ങനെ ഉദ്ഘോഷിച്ചു, എൻ്റെ സഹായകനെ ഞാൻ നിങ്ങളുടെ മേൽ അയച്ചു തരും. ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയാൽ എൻ്റെ സഹായകൻ നിങ്ങളുടെ മേൽ വരും. സഹായകൻ വന്ന് 3 കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. 3 കാര്യങ്ങൾ ഇതാണ്. 1, പാപബോധം. 2, നീതിബോധം. 3, ന്യായവിധി. പാപബോധമില്ല എന്നുള്ളതാണ് തലമുറയുടെ ശാപമെന്ന് പറഞ്ഞതാരാണ്? ദിവംഗതനായ വിശുദ്ധ ജോൺ ബോൾ 2-ാമൻ മാർപ്പാപ്പയാണ്. തങ്ങൾ ചെയ്യുന്നത് പാപമല്ല എന്ന തോന്നല് സമൂഹത്തിൽ പെരുകി വർദ്ധിക്കുമ്പോഴാണ് അന്ധകാരത്തിന്റെ ആധിപത്യം ഉണ്ടാകുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം കിട്ടുകയാണ്. ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായിട്ട് അവർ കരുതി. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുവാൻ ഏത് സമൂഹം മുന്നോട്ട് വരുമോ ആ സമൂഹത്തിലെല്ലാം തകർച്ചയുണ്ട്. കാരണം തങ്ങൾ ചെയ്യുന്നതൊന്നും പാപമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് വരും. അബോഷൻ പാപമല്ല, സ്വവർഗ രതി പാപമല്ല, ദയാവധം പാപമല്ല, മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നത് പാപമല്ല, മക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നതും അവരെ ജീവിപ്പിക്കാൻ അനുവദിക്കാത്തതും പാപമല്ല, കുടുംബ ബന്ധത്തിൻ്റെ വിശ്വസ്തത പാപമല്ല, മദ്യപാനം പാപമല്ല, ജീവിത വ്യഗ്രത പാപമല്ല, സുഖലോലുപത പാപമല്ല, പണസമ്പാദനം മറ്റുള്ളവരെ തകർത്തിട്ടായാലും പാപമല്ല. ഒന്നും പാപമല്ലാത്ത ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു വരും ദൈവത്തെ അംഗീകരിക്കാതിരുന്നാൽ. അതുകൊണ്ട് തത്വചിന്തകൻ പറയും, ഇഫ് ഗോഡ് ഈസ് നോട്ട് ദെയർ എവറിത്തിങ് വിൽ ബി പെർമിസിബിൾ. ദൈവമില്ലെങ്കിൽ എല്ലാം അനുവദനീയമാകുന്ന ഒരു സമൂഹം ഉണ്ടാകും. അപ്പോൾ അവർക്ക് നിത്യഭവനത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് കവർന്ന് എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിത്യഭവനത്തെക്കുറിച്ചുള്ളൊരു ചിന്ത തന്നെ പിശാച് അവരിൽ നിന്ന് കവർന്നു മാറ്റുന്നു.
നമ്മളിന്ന് സമൂഹത്തിൽ കാണുന്ന വലിയൊരു പാപമേഖല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാപബോധമില്ല, തങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എല്ലാവരും അങ്ങോട്ട് ചിന്തിച്ചേക്കുക. തങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന് എല്ലാവരും ചിന്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വളരുന്നു. പ്രിയമുള്ളവരെ, പാപബോധമില്ലാത്ത ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവില്ലാത്തൊരു സമൂഹം എന്നാണ്. പരിശുദ്ധാത്മാവില്ലാത്തൊരു സമൂഹത്തിൽ പാപബോധം ഉണ്ടാവില്ല. ശ്രദ്ധിച്ചു പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. യേശുവേ മഹത്വം. അവർ ചിന്തിക്കുന്നത് അവരുടെ കഴിവ് കൊണ്ടും അവരുടെ സാമർഥ്യം കൊണ്ടും അവരുടെ വൈഭവം കൊണ്ടും അവരുടെ കുടുംബമാഹാത്മ്യം കൊണ്ടും ഒക്കെയാണ് അവർ ജീവിക്കുന്നതെന്നുള്ള ചിന്ത കയറിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവില്ല. പരിശുദ്ധാത്മാവില്ലാത്തൊരു സമൂഹം, പാപബോധം കൂടുന്ന സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത അതാണ്. സകല അധാർമിക പ്രവർത്തികളിലും മ്ലേച്ഛതകളിലും മുഴുകിക്കഴിയുന്ന ഒരു സമൂഹത്തിന് തങ്ങ ചെയ്യുന്നത് പാപമാണ് തോന്നുന്നില്ല. അതാണ് പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു വലിയ ദുരന്തം. രണ്ടാമത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ഒരു ബോധ്യമാണ് നീതിബോധം. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നൊരു ബോധ്യമാണ് നീതിബോധം. എന്താണ് പ്രിയമുള്ളവരെ നീതിബോധം എന്ന് പറഞ്ഞാൽ? എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് അർഹതപ്പെട്ട വ്യക്തിക്ക് ലഭിക്കാതെ വരുന്ന ഒരവസ്ഥയെയാണ് നീതികേടെന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരപ്പൻ എന്ന നിലയിൽ മകൻ അവകാശപ്പെട്ട ഒരു സന്തോഷമുണ്ട്. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ചില അവകാശങ്ങളുണ്ട്. അത് സ്വർഗം പറഞ്ഞു വെച്ചിട്ടുള്ള അവകാശങ്ങളാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തില് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പവിത്രതയെക്കുറിച്ച് സഭയുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഭ ശിരസായ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ശിരസ് ആകുന്ന ഭർത്താവിൻ്റെ ഉടലാണ് ഭാര്യ. ഭാര്യാഭർത്തൃ ബന്ധത്തെ ഇത്ര പവിത്രമായി നമുക്ക് ബോധ്യം നൽകുന്ന മറ്റൊരു തിരുവചനമില്ല. അവിടെ എന്താ പ്രിയമുള്ളവരെ? ഉടലിന്റെ നിലനിൽപ്പിന് ശിരസ് ആവശ്യമാണ്. ശിരസിന്റെ നിലനിൽപ്പിന് ഉടൽ ആവശ്യമാണ്. ഉടലും ശിരസും തമ്മിലുള്ള നിലനിൽപ്പെന്ന് പറയുന്നത് ഒരു പരസ്പര പൂരക ബന്ധത്തിന്റെ അടയാളമാണ്. ആ അടയാളത്തെ നമുക്കൊരിക്കലും നിർവീര്യമാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഗാഢബന്ധമാണ് ദാമ്പത്യത്തിന്റെ നീതിബോധം എന്ന് പറയുന്നത്. കരങ്ങളുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വലിയ ചില ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. നീതിബോധം മക്കൾക്ക് മാതാപിതാക്കളോടുണ്ടാകേണ്ട, ജീവിത പങ്കാളിയോടുണ്ടാകേണ്ട, രക്തബന്ധത്തോടുണ്ടാകേണ്ട ചില നീതിബോധങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യം നഷ്ടപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സമൂഹത്തിൽ അരാജകത്വം അഴിഞ്ഞാടും. സമൂഹത്തിലെ ബന്ധങ്ങൾക്ക് വിലയില്ലാതാവും. തകർച്ചകള് ഒരുപാട് പെരുകും. മ്ലേച്ഛതകള് പെരുകി വർദ്ധിക്കും. അവിടെ ഒരു ധർമ്മശാസ്ത്രം ഉണ്ടാവില്ല, നീതിശാസ്ത്രം ഉണ്ടാവില്ല. അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വളരും. അതാണ് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവുള്ളൊരു സമൂഹത്തിൽ നീതിബോധം ഉണ്ടാകും. അപ്പം നീതിബോധമില്ലാത്ത സമൂഹത്തിൽ പരിശുദ്ധാത്മാവില്ല. പിതാവിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് വേണ്ട രണ്ടാമത്തെ യോഗ്യതയുടെ കാർഡ് എന്ന് പറഞ്ഞാൽ, പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പ്രവേശിക്കാനുള്ള എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നീതിബോധമുള്ള മക്കളായിട്ട് നമ്മൾ വളരണം. പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു ബോധ്യമാണ് ന്യായവിധി. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ബോധ്യമാണ്.
എന്താണ് ന്യായവിധി എന്ന് പറയുന്നത്? ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് മെനഞ്ഞ് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ദൈവം തൻ്റെ ശ്വാസം കടത്തിവിട്ടു. തൻ്റെ ആത്മാവിനെ ദൈവം അവനിൽ നിശ്വസിച്ചു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത് എന്താണ്? ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ നോക്കിക്കാണുന്നു എന്ന തിരുവെഴുത്ത് വെറുതെയാണെന്ന് നീ കരുതുന്നുണ്ടോ? ദൈവം നിന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു ആത്മാവിനെ. അത് ദൈവത്തിൻ്റെതാണ്. അത് പിശാച് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോകാൻ ദൈവം ആഗ്രഹിക്കുമോ? പിശാച് എന്താ പറയുന്നത്? ഈ കാണുന്നതേ ഉള്ളൂ, ഈ കാണുന്നത് മാത്രമാണുള്ളത്. എന്നാ തമ്പുരാൻ കർത്താവ് എന്താ പറയുന്നത്? കാണപ്പെടാത്തതുണ്ട്. ഒരു ഭവനമുണ്ട്, ഒരു കൂടാരമുണ്ട്, നിത്യതയുടെ ഒരു സ്ഥലമുണ്ട്. പ്രിയമുള്ളവരെ, അവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഈശോ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഒരു ന്യായവിധി ഉണ്ടാകും. എനിക്കും നിങ്ങൾക്കും ആ ന്യായവിധിയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാവരും നല്ലതും ചീത്തയുമായ ഏത് പ്രവൃത്തിയും കർത്താവിൻ്റെ പീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. നല്ലതും ചീത്തയുമായ ഏത് പ്രവൃത്തിയും, ഏത് നിഗൂഢ പ്രവൃത്തിയും കർത്താവിൻ്റെ ന്യായപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരപ്പെടും. അതാണ് നമുക്കൊരു ഉള്ള ഒരു വിധി. ലൈഫ് ഈസ് ഷോർട്ട്, ഇറ്റേണിറ്റി ഈസ് എൻഡ്. ജീവിതം ഹ്രസ്വമാണ്, നിത്യതയ്ക്ക് വിരാമമില്ല. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. അത് അനന്തമാണ്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ ദൈവഭൈതങ്ങളെ, നമ്മൾ ആ നിത്യതയുടെ കൂടാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈശോ പറയുന്ന ഈ വാഗ്ദാനം തരുന്ന ഈ പിതാവിൻ്റെ ഭവനത്തിൽ ഈശോ സജ്ജമാക്കി വെച്ചിരിക്കുന്ന, എനിക്കും നിങ്ങൾക്കും വേണ്ടി സജ്ജമാക്കി വെച്ചിരിക്കുന്ന ഒരു വീടുണ്ട്. ആ വീട് പണിയാൻ സ്വർഗീയ അപ്പൻ്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തുവിടുന്ന ചില മൂല്യങ്ങളുണ്ട്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ മൗലിക പുണ്യങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഈശോ തമ്പുരാനെ ഒരു വീട് പണിയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വീട് എനിക്ക് വേണ്ടി ഈശോ തമ്പുരാൻ പണിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിലൂടെ ഒരു വലിയ ബോധ്യം നമുക്ക് നൽകുകയാണ് കർത്താവ്. ഗ്രന്ഥത്തിൽ പേരുണ്ടാകണം. ഗ്രന്ഥത്തിൽ പേരുള്ളവരുടെ എല്ലാവരുടെയും നിത്യമഹത്വം നമുക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഗ്രന്ഥത്തിൽ പേരുണ്ടാകണം. ശ്രദ്ധിച്ചു പറഞ്ഞാണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവപൈതങ്ങളെ, നമുക്ക് തരുന്ന വലിയൊരു ബോധ്യമാണ് ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് കാണപ്പെടാത്തതുണ്ടെന്ന് പറയാൻ വേണ്ടിയാ. അല്ലാതെ കാണുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി വന്നതല്ല. ഈശോ കാണപ്പെടാത്തതുണ്ട്. അത് നമുക്ക് ബോധ്യം വരാൻ വേണ്ടി കുറച്ച് അത്ഭുതങ്ങളൊക്കെ ഈശോയ്ക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമ്മളെന്ത് പറ്റി? നമ്മൾ അത്ഭുതങ്ങളിൽ കുടുങ്ങി അവിടെ കിടക്കുക. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വീട് മതി, അല്ലെങ്കിൽ രോഗം മാറിയാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജപ്തി ഭീഷണി മാറിക്കിട്ടിയാൽ മതി. ഇതൊക്കെ മാറിയില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാണ്. പക്ഷെ കർത്താവ് പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലയെ കയറ്റാൻ പറ്റാഞ്ഞത് കൊണ്ട് ഈശോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പറയാൻ പറ്റുന്ന ഒരാളെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടുതരാം. അതാണ് ആര്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ദൈവത്തിൻ്റെ ആത്മാവ്, അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധ മാതാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഗബ്രിയേൽ ദൈവത്തിനോട് ചോദിച്ചത് എങ്ങനെ നടക്കും? പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട്, അത്യുന്നതൻ്റെ ശക്തി അറിയാത്തതാണ് നിന്റെ ദുഃഖത്തിൻ്റെ കാരണം. നമ്മൾ കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ പണ്ട് ഇസ്രായേൽ ജനം കുടുങ്ങിക്കിടക്കുന്നത് പോലെ അപ്പം തിന്നാൻ വേണ്ടി ഈശോയെ നോക്കി നടക്കുകയാണ്. അപ്പം തിന്നാൻ വേണ്ടി നടക്കുന്ന, അക്ഷരവും അധികാരവും അപ്പവും മാത്രം അന്വേഷിക്കുന്ന ദൈവമക്കളോട് കർത്താവ് പറയുന്നൊരു വലിയ സത്യമുണ്ട്. ഈ കാണപ്പെടാത്തതുണ്ട്, അത് പറയാൻ വേണ്ടി ഈശോ വന്നു.
ആ ഭവനം നമുക്ക് ഇപ്പോൾ അറിയാത്തൊരു ഭവനം നമുക്കുണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, ഞങ്ങൾ നടക്കുന്നത് കണ്ണിന്റെ കാഴ്ച കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടി കിട്ടിയാലും ഇടി കിട്ടിയാലും കർത്താവിൻ്റെ നാമത്തിൽ അടി കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ആനന്ദിക്കുന്നു.